ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും. ഈ 2024 തുടങ്ങിയ ശേഷം നമ്മുടെ ചാനലിൽ ഇതുവരെ ഒരു ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് ഷോർട്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു 6-7 മാസമായിട്ടുള്ള വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോസാണ് ഒരുമിച്ചൊരു കൊളാബ് ചെയ്ത് ഒരു വലിയ വീഡിയോ ആക്കിയിട്ട് കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത്. നമ്മുടെ വളരെ അക്രമകാരികളോ അല്ലെങ്കിൽ എന്താ പറയുക അഗ്രസീവായിട്ടുള്ള ജെൻഡ കൊണ്ണൂറുകൾ ഇപ്പോൾ ബ്രീഡായിട്ടിരിക്കുകയാണ്. 2024 സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ എഗ്ഗ് ഹാച്ചായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ തന്നെ ആ ജനുവരി മാസത്തിൽ ആദ്യത്തെ ആഴ്ചക്കുള്ളിൽ തന്നെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കിളീനെ വാങ്ങാനായിട്ട് സാധിച്ചു. ഇപ്പോഴത്തെ സാഹചര്യപ്രകാരം അതിനെ നോക്കാനും വളർത്താനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ എങ്ങനെയാവുമെന്നറിയില്ല. ഇപ്പോൾ നമുക്ക് ജെൻഡ കൊണ്ണൂറുകൾ വീടായിട്ടിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല കളറും നല്ല അഗ്രസീവായിട്ടുള്ള ഈ കൊണ്ണൂറുകൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തിന് മുകളിലായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെയും എൻ്റെ ഒരു സുഹൃത്തിൻ്റെയും ബേർഡാണ് ഇവർ. അപ്പോൾ ഞങ്ങളത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറിയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സമയം ഇപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഇവരുള്ളത്. അപ്പോൾ അത് ആദ്യം വിരിഞ്ഞ 2 കുട്ടികളുടെ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിയും കൂടി വിരിഞ്ഞിട്ടുണ്ട്. ആകെ 3 എഗ്ഗാണ് ചെയ്തത്. ആ 3 എഗ്ഗും നമുക്ക് വിരിഞ്ഞ് കിട്ടി. ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഇവരെ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ 1 ടൈമായിട്ട് ഫീഡ് ചെയ്ത് തുടങ്ങി. അവസാനം ഒരു 25ഓളം ദിവസം അതിന് ശേഷമാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ മൊത്തമായിട്ട് പൂർണ്ണമായും ഹാൻഡ് ഫീഡിങ് എന്നുള്ള രീതിയിലേക്ക് എടുത്തത്. ഇപ്പോൾ കാണുന്നത് ആദ്യത്തെ 3 കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുമ്പോൾ ഇവർ വളരെയധികം അഗ്രസീവായിട്ടാണ് നിന്നിരുന്നത്. ബോക്സ് കവർ ചെയ്ത് അതുപോലെ ചട്ട വെച്ച് അടച്ച് എൻട്രൻസൊക്കെ ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് ഈ കുട്ടികളെ തന്നെ നമ്മൾ കൈകളിലെടുത്തിരുന്നത്. ഭയങ്കര അഗ്രസീവായി എന്ന് വെച്ചാൽ ഭയങ്കര അഗ്രസീവായിരുന്നു. ഞാനും അമ്മയൊക്കെയാണ് ഫീഡ് ചെയ്തിട്ടിരുന്നത് പാരൻസിന്. അപ്പോൾ അവർ നമ്മൾ കൂട്ടിലേക്ക് കൈയിടും തോറും അല്ലെങ്കിൽ തീറ്റ മാറ്റാനോ അല്ലെങ്കിൽ കേജ് വൃത്തിയാക്കാനായിട്ട് നമ്മൾ കൈ ഉള്ളിലേക്ക് ഇടുമ്പോൾ പറന്ന് വന്ന് ആക്രമിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും കടി കിട്ടി ബ്ലഡ് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലൊക്കെ. കുഞ്ഞുങ്ങൾ ഓരോ സ്റ്റേജും വളർന്നിരുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അപ്പോൾ കണ്ട ആ കേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. ആ ബോക്സിൻ്റെ സൈഡിൽ ഞാൻ ചട്ട വെച്ചിരിക്കുകയാണ്. അത് കുട്ടികളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ ചെക്ക് ചെയ്യാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബോക്സ് തുറക്കാനായിട്ട് എളുപ്പത്തിനാണ് അതാണ് ചെയ്തത്. അല്ലെങ്കിൽ ആ ബോക്സിൽ നമുക്ക് തുറന്ന് നോക്കാൻ പറ്റില്ല. അപ്പോഴേക്കും പാരൻസ് കയറി അറ്റാക്ക് ചെയ്യുകയും ചെയ്യും, പുറത്തേക്ക് പറക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാനാണ് ഞാൻ ചട്ട വെച്ചത് എൻട്രൻസിൽ. അതിനുശേഷമാണ് കുഞ്ഞുങ്ങളെ നോക്കാനും അവരുടെ എഗ്ഗ് നോക്കാനൊക്കെ ചെയ്തു തുടങ്ങിയത്. ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം തീരെ നമുക്ക് കഴിച്ചിട്ട് കൈയിടാൻ പറ്റാത്തൊരവസ്ഥ. അതായിരുന്നു ഫസ്റ്റ് ടൈമത്തെ ആ ഒരു 10-25 ദിവസം. അത് എഗ്ഗിയ സമയം മുതലുള്ള ഹാച്ചാവുന്ന സമയം വരെ ഒരു 10-45 ദിവസം, ഒരു 1.5 മാസക്കാലം അങ്ങനെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങളെ മാറ്റിയതിന് ശേഷമാണ് പിന്നെയും പാരൻസ് നമ്മൾ അറ്റാക്ക് ചെയ്ത് കുറച്ചത്. പക്ഷേ കാണുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അവർ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നൊരു ടെൻഡൻസിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ സ്റ്റേജിൽ ഞാൻ കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു ഭാഗമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ വീഡിയോസ് എല്ലാം പല സമയങ്ങളിൽ പല ദിവസങ്ങളിലായിട്ട് എടുത്ത് കയ്യിൽ വെച്ചതെല്ലാം ഒരു കൊളാക്ഷൻ പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവരെ കയ്യിലെടുത്തതിനെ നമുക്ക് കയ്യിൽ വയ്ക്കുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മുടെ സ്വന്തം കുട്ടികൾ കയ്യിലിരിക്കുന്നത് അതിനെ നമ്മൾ ഫീഡ് ചെയ്തെടുക്കുമ്പോഴും ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ തലമുറ ആയിട്ടുള്ള കുട്ടികൾ 2 പേര് നമ്മുടെ കൂട്ടിൽ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരും ഭയങ്കര രീതിയിൽ അഗ്രസീവായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴേക്കൊക്കെ. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഈ പ്രായത്തിലൊക്കെ ഹാൻഡ് ഫീഡ് എടുക്കണമെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ ടൈമിലാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ആ സമയത്ത് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടി 25 ദിവസം ആയിട്ടാണ് ഞാൻ അല്ലാതെ എടുത്തത്. പക്ഷേ ക്ലോസ് റിങ് ഇടാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും നമുക്ക് റിങ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ലേറ്റായി പോയി. പിന്നെ റിങ് ഇടാൻ പറ്റിയില്ല. പിന്നെ അവരെ വേദനിപ്പിച്ചിട്ട് റിങ് ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിൻ്റെ ലെഗിന് എന്തെങ്കിലും ബാധിക്കും എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് ഞാനത് ഒഴിവാക്കിയത്. കുട്ടികളുടെ ഓരോ സ്റ്റേജുകളാണ്. ഇതിപ്പോൾ ഒരു ഏകദേശം 20 ദിവസത്തോളം പ്രായമുള്ള ആ സമയത്താണുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 25 ദിവസം മുതൽ ഞാൻ എടുത്തു വരെ. അത് കഴിഞ്ഞിട്ട് 90 എന്നുള്ള ഹാൻഡ് ഫീഡിങ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഇവർ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ സമയത്തും നമ്മൾ അടുത്തേക്ക് ചെല്ലുന്നതോറും പാരൻസ് അത്രയും അഗ്രസീവായിട്ട് നമ്മുടെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇവരുടെ 4ാമത്തെ ക്ലച്ചാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ഒരു ക്ലച്ച് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചായി. അവിടെ വെച്ച് കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കിടന്നിരുന്നത്. ഇപ്പോൾ അഡൾട്ടായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ. അതിന് മുമ്പുള്ള 3 ക്ലച്ചുകൾ നമ്മുടെ ഇവിടെ ചെയ്തതിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ബേഡ്സിനെ വാങ്ങാനും കാണാനും വരുന്ന സുഹൃത്തുക്കൾ കൗതുകം കൊണ്ട് ഇവരുടെ ബോക്സ് തുറന്ന് നോക്കിയിട്ട് എഗ്ഗ് ചെയ്തിരിക്കുന്ന ബേഡുകൾ ഡിസ്റ്റർബ് ആയിട്ടുള്ള സമയത്ത് എഗ്ഗ് നഷ്ടപ്പെട്ട് കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമുക്ക് ആദ്യം ഉള്ള ഒരു 3 ക്ലച്ച്
മിസ്സായി പോയത്. അതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് നല്ലൊരു ക്ലച്ച് കിട്ടിയത്. ഇത് പോകണ്ടില്ലേ, ഇപ്പോൾ ലാസ്റ്റ് ഹാൻഡ് ഫീഡിങ്ങിൻ്റെ ടൈമിൽ 25-ാം ദിവസം എടുത്ത ഒരു പ്രായത്തിലുള്ള കുട്ടീനെയാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഓരോ സ്റ്റേജ്, ഓരോ ഒന്നര ദിവസം ഗ്യാപ്പിലാണ് ഓരോ എഗ്ഗ് ഹാച്ച് ചെയ്തത്. അപ്പോൾ ഓരോ അതിൻ്റെ ഡിഫറൻസ് പ്രായ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതിലേക്ക് വന്നത് മൂന്നാമത്തെ എഗ്ഗ് വിരിയാൻ 2-3 ദിവസം കൂടുതൽ അധികം എടുത്തതായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. ജനുവരി 5-ാം തീയതിയോട് കൂടി അടിക്കണം ലാസ്റ്റ് 5-6 തീയതിയാണ് ലാസ്റ്റ് എഗ്ഗ് വിരിഞ്ഞത്. ആ കുട്ടിയാണ് ഉള്ളതിലേറ്റവും ചെറുത്. ഇപ്പോൾ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കുറച്ച് റെഡിഷ് കളർ കൂടുതലായിട്ട് കാണുന്നുണ്ടോ സംശയമുണ്ട്. അത് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ആ ബോക്സിൻ്റെ സൈഡിൽ ഞാൻ ചട്ട വെച്ചപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് കൂടെ അവർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പ് കിട്ടി, അതിൽ ശരിക്കും അത് പൂർണ്ണമായി തുറന്ന് നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള അഗ്രസീവ്നെസ്സിലാണ് ആ ബേർഡ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ഹാൻഡ് ഫീഡ് എടുത്ത സമയത്തെ കുട്ടികളുടെ രൂപമാണ് കാണുന്നത് കേട്ടോ. ഇത്രയും പിൻഫെദറായിട്ടുള്ള സമയത്താണ് ഞാൻ എടുത്തത്. അതിൽ ഏറ്റവും ചെറിയ കുട്ടിയായ സൈസ് കുറഞ്ഞ കുട്ടിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടീനായിരുന്നത്. ഇപ്പോൾ ഉള്ള അവരുടെ കണ്ടീഷൻ ഇതിലും ബെറ്ററായി. നന്നായിട്ട് ഫുഡ് എടുക്കാനും നമ്മുടെ എന്താ പറയുക സിറിഞ്ച് കാണിക്കുമ്പോൾ ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 40-43 ദിവസത്തോളം പ്രായം ആയിട്ടുണ്ട്. 43 ദിവസം താഴെ. 1-ാം തീയതി മുതൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 42 ദിവസത്തോളം പ്രായമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതാണ് കണ്ടീഷൻ അവരുടെ. കണ്ടില്ലേ, നല്ല കളറായി, നല്ല ഫെതേഴ്സ് വന്നു. വേറെ അവരും അറ്റാക്കിങ് കാര്യങ്ങളൊന്നുമില്ല, പേടിയില്ല. നമ്മുടെ അടുത്ത് ഇരിക്കും, നമ്മൾ കൈ വെച്ചാലൊന്നും ഒരു ടെൻഷനിലാണ്ടിരിക്കും. അതെങ്ങനെയാണ് നമ്മുടെ കൈയിൻ്റെ ചലനത്തിനനുസരിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നേരമില്ല സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് വീഡിയോസ് ഇത്ര ലേറ്റ് ആവുന്നത് പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.